experience. എന്ത് മധുരം കുറവാണോ? തണുത്ത് ചൂടാക്കാം. ആക്ച്വലി ഒരുപാട് ചൂടായിരിക്കുന്നതല്ലേ. ലില്ലിക്ക് എന്താ കാര്യം പറയാനുണ്ടത്? അവൾക്ക് എൻ്റെ അടുത്ത് പറയാൻ നിന്റെ അവതാരം പോണം. അവള് പറയാൻ പറഞ്ഞിട്ട് പറയണില്ല. എന്തേ പറഞ്ഞോ? എന്താന്ന് വെച്ചാ അല്ല, ഇവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിന്റെ അനുവാദമോ, അവൾക്ക് എന്തെങ്കിലും പറയണെങ്കിൽ നിന്റെ അനുവാദം ആവശ്യമില്ലല്ലോ. അത് തന്നെ പേഴ്സണലായിട്ട് വേണോ? അവളില്ലാതെ പറയണോ? റൊണാൾഡോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുണ്ട് കേട്ടാ. അങ്ങനെ എന്റെ തലയിലോട്ട് മാത്രം ഇടണ്ട. ഒന്നുമില്ലടാ, ഞാൻ പറയാം. ഒന്നുമില്ല. റൊണാൾഡോ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. നല്ല കാര്യല്ലേ? അല്ല, അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ ഇതെങ്കിലും നന്നായിട്ട് നീ ചെയ്യുന്ന ബിസിനസ്സാ. അത് കേട്ടപ്പോ വലിയ കുഴപ്പമില്ല, നല്ലതാ. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം. പറ്റുന്ന സഹായം എല്ലാരും ചെയ്യണം. ഒരാള് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തന്നെ പാടാ. അവനെ പോലെ ഒരു മടിയൻ അവനൊരു നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കുടുംബത്തിലെ ഒരാളല്ലേ. മറ്റേ വലിയ 2 നില വീടേ, അല്ല ഒരു വീടുണ്ട് ഒരു സ്ഥലത്തെ. അപ്പൊ അത് വിൽക്കാനിട്ടേക്കോ? അതാണോ? അതല്ല, അത് വിൽക്കാനിട്ടേക്കുവാണ്. അപ്പൊ അത് വിറ്റ് പോണില്ല. അപ്പൊ അത് പോവാൻ വേണ്ടിട്ട് അതായത് ഇങ്ങനെ ഈ ലോട്ടറി ഇല്ലേടാ, നമ്മുടെ ലോട്ടറി. അതേപോലെ ഇവര് കൊറേ കൂപ്പൺ അടിക്കുന്നുണ്ട്. റൊണാൾഡോ ഒരു കൂപ്പണിന് 500 രൂപ വെച്ച് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. നമ്മളൊക്കെ മേടിക്കുന്നുണ്ട്. നീ മേടിക്കുന്നുണ്ട് ഒരെണ്ണം, നീ മേടിക്കുന്നുണ്ട്. ശവം പറഞ്ഞ് നമ്മള് ബന്ധുക്കാർക്കൊന്നും തരുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ആരുടെ വീടാന്ന്? റൊണാൾഡോ അച്ചാച്ചന്റെ പരിചയത്തിലുള്ള ആരുടെ വീടാണ്. അപ്പൊ അത് കൂപ്പൺ അടിച്ചിട്ട് എല്ലായിടത്തും കൊണ്ടുനടന്ന് വിറ്റിട്ട് അവസാനം അത് നറുക്കെടുത്തിട്ട് ഒരാൾക്ക് വിജയിക്കുമല്ലോ, അപ്പൊ അയാൾക്ക് ആ വീടങ്ങ് കൊടുക്കും. അപ്പൊ 500 രൂപ ഒരാൾക്ക് വീട്. ഇപ്പൊ നമ്മൾക്കാണ് നമ്മുടെ കൂപ്പണാ കിട്ടണമെങ്കിൽ നമുക്കൊരു വീട്. വെറും 500 രൂപ മുടക്കുമ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു വീട് സ്വന്തമാകും. നല്ല ഐഡിയ ആണ്. അതാ ഞങ്ങളും പറഞ്ഞു. നല്ല നടക്കൂല. നമുക്കുള്ള അനുവാദം ഒന്നുമില്ലടി. ആരുടെ അനുവാദം വേണം? എടി, നമ്മള് ഒരു സർക്കാർ സംവിധാനത്തിൽ കഴിയുന്നവരല്ലേ. സർക്കാർ അനുശാസിക്കുന്ന ചില കാര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം. നമ്മൾ അനുവാദം കിട്ടാഞ്ഞിട്ടാണ് ഏട്ടാ അവര് ലോട്ടറിയൊക്കെ മറ്റേ ഇതൊക്കെ അടിച്ചത്. നോട്ടീസും ലോട്ടറിയാണ് അത്. ഇത് യവന്മാരെ പ്രസിൽ പോയി പ്രിന്റ് എടുക്കുന്ന സാധനമല്ലേ. അതിന് ഒരു വീട് വെക്കാൻ എന്തിനാ സർക്കാരിന്റെ അനുവാദം? നമ്മളെന്തിനാ കരം അടയ്ക്കുന്ന വീടിന്? നമ്മൾ സ്വന്തമായിട്ട് വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്. അല്ലാതെ തന്നെ കാര്യേ നമ്മള് കാശും കൊടുത്ത് വീട് വെച്ചിട്ട് നമ്മൾ കാര്യം അങ്ങോട്ട് അടയ്ക്കുവാണ്. ഞാൻ ചുരുക്കി ഒരു കാര്യം പറയാം. ഇത് നാട്ടുനടപ്പുള്ള കാര്യമല്ല. നമ്മളെപ്പോലുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സും അല്ലേ ഇത്. അല്ലെങ്കിൽ ഒരാൾ നന്നാൻ പോകുമ്പോ എന്തെങ്കിലും ഒരു പൈസയുടെ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ അത് മുടക്കൂന്ന് ഞങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട് വന്നാലും അതുപോലെ തന്നെ ഒരാൾ നന്നാവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നാട്ടുകാരെ പറ്റിച്ചാണ് നന്നാവേണ്ടത്. നാട്ടുകാർക്ക് വീട് കൊടുക്കുമല്ലേ? എങ്ങനെ കൊടുക്കേണ്ടത്? ഇതൊക്കെ നടക്കുന്ന കേസുകളാണത്. നടക്കൂല. സർക്കാരിന്റെ പ്രശ്നമാണത്. അവനെ ജയിലിൽ പോവും. ഇങ്ങനെ നടത്തുന്നതിനകത്തും ഇത് കൊടുത്തവരകത്തും ഇത് പറ്റിപ്പ കേസാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ വീട്ടില് ആളുകൾ പൈസ വെച്ച് വരരുത്. ഞാനൊരു പോലീസുകാരനാണ്, മറന്നു വരുന്നത്. രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ കയറി വരുവാനല്ല. ഞാനൊരു പോലീസുകാരനാണ്. ഒരു പോലീസുകാരന്റെ വീട്ടിൽ ആളുകൾ പറ്റിച്ചെന്ന കാര്യം വന്നാ അവൻ എന്റെ ആരെന്ന് ഞാൻ പറയണം? ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഈ കുടുംബത്തോടെ മൊത്തം ഇങ്ങനെയാണ് ഇടയത്. ഇത്ര നാൾ അവനായിരുന്നു കുഴപ്പം. ഇപ്പൊ എവന്ന് തുടങ്ങിയ പരിപാടികൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ പോക്കത്തിനെ കാണിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. അവന് അവരെ കാലേ ചോട്ട് പിടിക്കും. റൊണാൾഡോ എന്തോ ബിസിനസ് തുടങ്ങാൻ പോണെന്ന്, നറുക്കെടുപ്പ്, ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ പോണെന്ന്. നല്ലല്ലായിരുന്നു അമ്മ. അല്ലേ, നിങ്ങളുടെ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ, ഈ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി നമ്മുടെ വേണ്ട വേണ്ട വേണ്ടെന്ന് നമുക്ക്. കണ്ട എടി കഴുതകളെ, എന്റെ അമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട് നിനക്കൊന്നുമില്ലല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവർത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനോട് പറഞ്ഞേക്കണം. ആ പരിപാടിയായിട്ടാണ് മുമ്പോട്ട് പോകുന്ന പരിപാടി എങ്കിൽ ഈ വീട്ടിലോട്ട് കയറാൻ പറ്റില്ല. ചവിട്ടി ഒടിക്കും കലയായി. നുള്ളിപ്പറക്കണം അമ്മ, അതാ വേണ്ടത്. എന്ത് പെട്ടെന്നാണ് അമ്മ കാര്യം മാറിയത്? അമ്മ ഇത്ര നേരം എന്താ പറഞ്ഞത്? അമ്മ എന്താടി പറഞ്ഞത്? മറ്റേ റൊണാൾഡോ അച്ചാച്ചൻ ലാഭം കിട്ടുന്ന പൈസക്ക് കാശിയില രാമേശ്വരത്ത് എവിടെങ്കിലൊക്കെ കൊണ്ടുപോകണമെന്നല്ലേ പറഞ്ഞത്? അല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിന് എന്ന് പറഞ്ഞാൽ അവന്റെ വായിരിക്കുന്ന മൊത്തം നിങ്ങൾ കേട്ട് ഇനി പിന്നെ അവന്റെ വായിരിക്കുന്ന ഞാൻ എന്തിനു കേൾക്കുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങ് പോട്ടെ.
ഓക്കെ അല്ല നീ പിടിക്കാൻ ഞങ്ങൾ അത് വേണ്ട. ഇനി ഞാൻ ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണം പറയും. ഞാനവിടെ വന്നായിരുന്നു. നീ കളി വാ. ഞാൻ ചേച്ചിയുടെ 2 കൂപ്പൺ കൊടുത്തിട്ടുണ്ട്, ചെക്കി കൂപ്പൺ. എന്റെ വത്സൻ ചേട്ടാ ഒരു 1/2 ലിറ്ററിന്റെ പൈസ 500 രൂപയാണെന്ന് പറഞ്ഞു, 2 എണ്ണം 1000 രൂപ. 2 ദിവസം കുടിക്കുന്നില്ലെന്ന് തീരുമാനിച്ച്. കിടക്കാച്ച് വീടല്ലേ കിട്ടാൻ പോണേ. ഞാൻ നാളെ ഒന്ന് പൈസ പഠിച്ചോളാം. ശരി ശരി ശരി. എന്താണ് ഇവിടെ കളിയാന്ന് അങ്ങനെ ചേട്ടത്തിൽ ഇല്ലിപ്പുണ്ടൊക്കെ എന്ത് ആണോ? ഞാനെങ്കിലും പോയി ചേട്ടൻ കഴിച്ചിട്ടുണ്ട്, രാവിലെ നല്ല വിശപ്പ്. എല്ലാരോടും തല്ലി ഒടിക്കും. മുട്ടുകാലേ നിങ്ങൾ കളിക്കാറെങ്കിൽ നിങ്ങളെ മുട്ടുകലല്ലേ ഒടിക്കുന്നു പറഞ്ഞു? എന്റെ എന്തിന് തല്ലി ഒടിക്കും? അതെ, റൊണാൾഡോ മാമന് കൂപ്പണൊക്കെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതായാലും ഉടായ്പ പരിപാടിയാന്ന് അച്ഛൻ പറയുന്നത്. ഇവിടെ നിൽക്കുന്നെങ്കിൽ മാന്യമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കൊടങ്ങാളെ പോയിക്കോളാൻ അറിയുന്നത്. പാവം റൊണാൾഡോ മാമന്റെ കാലിലേക്ക് റൊണാൾഡോ മാമനെ ഒട്ടും കാണാൻ രസമില്ല. അത് നിങ്ങളെ വരട്ടാൻ വേണ്ടി പച്ചപ്പി പറഞ്ഞ അല്ല, പച്ചപ്പി അങ്ങനെ തല്ലി ഓടിക്കും. അച്ഛന്റെ സ്വഭാവം അറിയാലോ. ഞാൻ കേറിയ പ്രശ്നമാണോ? മുട്ടായി തല്ലി ഒടിക്കുന്ന പറഞ്ഞു. ഉണ്ടോ ഇവിടെ? വെറുതെ നമ്മളെന്തിനാ പേടിച്ചിട്ടല്ലേ? നല്ല സാമ്പാറുണ്ട്, നന്നായിട്ടുണ്ട്. ലില്ലിപ്പെട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, കട്ട് ചെയ്തോ? അത് വേണ്ടത് എടുക്കണ്ടത്. എടുത്ത്. ഹലോ ലില്ലിപ്പെണ്ണേ. ചേച്ചി പൈസയാ? പൈസ അടക്കണം, പൈസ അടക്കണം, കുടുംബശ്രീയിൽ അടക്കണം. പിന്നെ പ്രശ്നമാവും ചേച്ചി, പ്രശ്നമാവും കേട്ടോ ചേച്ചി. അല്ലല്ല ചേച്ചി പൈസ അടക്കാതെ ഇങ്ങോട്ട് വരണ്ട. എന്നുവെച്ചാൽ പെണ്ണുങ്ങളെല്ലാം കൂടെ പിന്നെ കാല് തല്ലി ഓടിക്കും ചേച്ചിയുടെ. ഉറപ്പായിട്ട് കാല് തല്ലി ഓടിക്കും. പറഞ്ഞതാ. അറിയത്തില്ല ഇത്ര നാളായിട്ട് സ്വഭാവം. ശരി ശരി, പിന്നെ വിളിക്കാം. ചേച്ചി പൈസ എങ്ങനെയല്ലോ ഒപ്പിക്കാൻ നോക്ക്. ചോറിട്ടെ വേണ്ടേ, മതി. എന്തായാലും കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞല്ലോ. എന്തോ കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞല്ലോ. ചേച്ചിയുടെ ആരായാലും ആരായാലും ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യുമായിരിക്കും അല്ലേ? ആൾക്കാരെ കൊണ്ട് എങ്ങനെ കൂപ്പൺ അടിപ്പിക്കാന്നുള്ളത് കണ്ടുപഠിച്ചോണം. ഇന്ന് പോലെ നീ ഒറ്റയ്ക്കാ വേണം, എപ്പോഴും എൻ്റെ കൂടെ വയ്ക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് വിട്ടാലേ കമ്മീഷൻ തരും. സജീവണ 500 രൂപയുടെ ഒരു ഭാഗ്യ കൂപ്പണാണ്. ഇവിടെ തല വിളിക്കാതെ ഞാൻ കാര്യങ്ങൾ പറയട്ടെ. 500 രൂപ നിങ്ങൾ ഈ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ താണ്ടെ ഇതിൽ കാണുന്ന 2 നിലയ്ക്കുള്ള വീട് നറുക്കെടുത്തിട്ട് അങ്ങോട്ടേക്ക് 1ാം സമ്മാനം അടിച്ച 2 നിലയ്ക്കുള്ള വീട്. ജ്യൂസിന്റെ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? മേളത്തല വാടകയ്ക്ക് കൊടുക്കാം, താഴത്തല ഇങ്ങൾക്ക് താമസിക്കും, ഇഷ്ടം പോലെ പൈസ കിട്ടും. കൊണ്ടോടും സജീവണ്ണ, നിങ്ങൾ ഒരു ചെറിയ വീട്ടിലാ താമസിച്ചിരിക്കുന്നത്. ലോട്ടറിയുടെ കൂട്ടുള്ള പരിപാടി നാണ്ട് ഈ പേപ്പറിന് തന്നെ 200-400 രൂപയുടെ ക്വാളിറ്റി. നാളെ ചോദിക്കും, ഞാൻ നിങ്ങളെ തെരഞ്ഞുപിടിച്ച് തരാൻ തരിക. നിങ്ങളുടെ സാഹചര്യം എനിക്കറിയാം. അപ്പൊ ആ സാഹചര്യം വരെ നിങ്ങളുടെ വീട് ചെറിയ വീടാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. വീടുള്ളവർക്ക് ഞാൻ കൊടുക്കത്തില്ല, അവർക്ക് അതിന് ആവശ്യമില്ലല്ലോ. വേറെ 500 രൂപ പൈസയുടെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നാളെ തന്നാ മതി. ഐശ്വര്യമായിട്ട് വലത് കണ്ണ കൊണ്ട് മേടിക്കുന്നു. പേടിയില് ഞാനില്ലേ തരുന്നത്? പേടിയില് നിവർത്തിയില്ലാത്തോണ്ടാ. നിങ്ങൾ പൈസ പിന്നെ തന്നാ മതി. നാലഞ്ചോക്കോല് രക്ഷപ്പെടാൻ കൊണ്ട് മാർഗങ്ങൾ തരുമല്ലേ? എടാ ഇങ്ങനെ ആയിരിക്കണം പ്രസന്റേഷൻ. നല്ല രീതിണ്ട്. സജീവനം എടുത്തോണ്ടോ, നമ്മൾ വിളിക്കാൻ നിൽക്കരുത്. വൈകിട്ട് ഒന്നീ ഞാനോ അല്ല ഇവനോ ആയിരിക്കും. അതാ 500 രൂപ തന്നാ മതി.
കൂപ്പൺ കൊണ്ട് കൊടുത്താണ് അവിടെ. ഈ അമ്മ എപ്പോഴും എന്തിനീ ഉറങ്ങുന്നേ? പിന്നെ എനിക്ക് ഉറക്കം വരൂല. ഇപ്പൊ കണ്ടായിരുന്ന മാമി ഉറങ്ങി തൂങ്ങി ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോ. മടി കൂടിയിട്ടാ മടി. രാത്രി മാമി 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ അമ്മ ഉറങ്ങും. രാവിലെ 6 മണി ഒക്കെ എണീക്കും. ഞങ്ങളൊക്കെ ആരോഗ്യമുള്ളവരാ. ഞാനൊക്കെ മേലാണെങ്കിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ആരോഗ്യമുള്ളവർ ഇരിക്കുന്ന ഇരിപ്പിന്ന് ഉറങ്ങൂല. എന്നിട്ട് എന്റെ അടുത്ത് വല്ല കാര്യത്തിൽ എന്തെങ്കിലും ചോദിക്കും. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ നീ ബുക്ക് എടുക്കുമ്പോ തന്നെ ഉറങ്ങണതോ? ചേച്ചി പകൽ ഉറങ്ങി രാത്രി ഉറങ്ങും. ഇതെവിടുന്നാ റൊണാൾഡോ മേടിച്ചത് എന്തിനിപ്പൊ അത് മേടിച്ചത് കയ്യില്? ഇവിടെ ആരെങ്കിലും അറിഞ്ഞ കൊന്നുകളയും നിങ്ങളെ. നീ അറിഞ്ഞില്ലേ അപ്പൊ ഒന്നും? അവനിവിടെ കേറിയ കാലൊടിക്കുന്ന പറഞ്ഞേക്കണേ. ഓഹോ, റൊണാൾഡോ ചേച്ചനെ എവിടെ വെച്ചാ കണ്ടത്? അവിടെ കൂപ്പൺ വിട്ടോണ്ടിരിക്കുക. കൊറേ ആൾക്കാരുണ്ട്. കൂപ്പൺ ആരെങ്കിലും മേടിക്കുന്നുണ്ടോ? കൊറേ പേര് വാങ്ങിക്കുന്നുണ്ട്. ആണോ? ആരും കാണുന്നത്. വേഗം കവർ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളഞ്ഞോ? അതിപ്പോ അമ്മ കൊടുത്തേന്ന് പറഞ്ഞാ പോലെ പൈസ. അത് തന്നെ നിന്റെ അത്രയെന്നുള്ള പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അമ്മ പൈസ ഒന്നെന്ന് പറഞ്ഞാൽ മതി മേടിക്കാൻ. ചെല്ല്. ദൈവമേ, ഞങ്ങൾ ആരെങ്കിലും പൈസ പറഞ്ഞാ മനസ്സിലാവൂടെ എന്തിയടാ? ആ റൊണാൾഡിന് എന്തിയേ? അവരുടെ അടുത്ത് കൂപ്പൺ വിൽക്കണമെന്ന് പറഞ്ഞല്ലേ? ഇത് നമുക്ക് പറ്റിയ പണിയല്ലെന്ന് പറഞ്ഞല്ലേ? ഈ കുടുംബത്തിന് നാറ്റുപേരുണ്ടാവുന്ന കാര്യമല്ലേ ഇത്? വിൽക്കണമെന്ന് പറഞ്ഞാൽ വിൽക്കും. കൂപ്പൺ കൊണ്ട് നടക്കാവൻ റോഡ് നിങ്ങളെ നാട് നിങ്ങളെ. എന്നെ കണ്ടപ്പോഴേ അങ്ങ് മാറിക്കളഞ്ഞവൻ. വേറെ രണ്ടുപേരോട് കൂടിയിട്ടുണ്ട്. ചുമ്മാ നാണക്കേട്. ഇവിടെ ആളുകൾ തിരക്കി വരുന്ന ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം പിന്നെ അച്ചാച്ചൻ കിച്ചാച്ചൻ പറഞ്ഞ് കയറി വരല്ലേ കേട്ടാ. ചേച്ചി പൈസ കൊടുത്തു. ഇതൊക്കെ കഴിച്ചൂടാ സാധനങ്ങളല്ലേ ഇതൊക്കെ? ഉച്ചക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് മേടിച്ചു കൊടുക്കുന്നത്. അത് തന്നെ ഇല്ലേ? നിങ്ങളത് ഒളിപ്പിച്ചു നോക്കാൻ പറഞ്ഞോ? രണ്ടും കൂടി ഇങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ചോണ്ട് നോക്കണേ ഇതിനാ? ഒന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ സംഭവിക്കില്ല. എത്ര രക്ഷപ്പെട്ടത്? ചേട്ടത്തി ഞാൻ കനമച്ചും പോയോ? പോയില്ലേ? ഇത് പോത്തില്ലയോ? ഓ അല്ല, ഞാൻ അങ്ങോട്ട് വരാം. പുള്ളി എന്നെ വെല്ലുവിളിച്ചിട്ടിരിക്കുമല്ലോ. പോയിട്ട് വരാം. പോയിട്ടേ വരൂ, പേടിക്കണ്ടെന്ന്. ഞാൻ ഇവിടെ വാതക്കിപ്പുണ്ട്. ഇല്ല മച്ചപ്പോ കാണത്തില്ല, കാണാതെ മറിഞ്ഞിരിക്കുക. ശരി ശരി. സ്വന്തം വീട്ടിൽ കള്ളനെ പോലെ പതുങ്ങി നിന്ന് കേറേണ്ട ഒരു യുവാവിന്റെ അവസ്ഥ. ഞാൻ ഒരു കൂട്ടുകാരനെ തിരക്കി വരും. അപ്പൊ ഞാൻ ഇവിടെ അവരെ അറിയത്തില്ല, അടയാളം കാണിച്ചു കൊടുക്കാന്നെ. എവിടെ പോയി? ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാൻ. സാധനം മേടിക്കാൻ ഇറങ്ങിയ നിമിഷം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ നിമിഷം എന്ന് വേണം പറയാൻ. നിങ്ങളിപ്പോൾ സാധനം മേടിക്കാൻ ഇറങ്ങാനും വഴി വെച്ച് എന്നെ കാണാനും എല്ലാം നിങ്ങളുടെ ഭാഗ്യമാണ്. ഇത് ബുധനാഴ്ച അല്ലേ? അപ്പോൾ ഒത്ത് എന്നും ഇങ്ങനെ വാടക വീട്ടിൽ താമസിച്ചാൽ മതിയോ? ഒരു 2 നിലയ്ക്ക് ഒരു വാർത്ത് ഫുള്ള് ഫർണിഷ് ചെയ്തൊരു വീട്ടിൽ താമസിക്കണം ആഗ്രഹമുണ്ടോ? പിന്നെ നടക്കാത്ത കാര്യങ്ങൾ പറയാം. അങ്ങനെയുള്ള ചിന്താഗതി എടുത്തുള്ള നടക്കും. അതിന് ലക്ഷങ്ങളും കോടികളും ഒന്നും മുടക്കണ്ട, വെറും 500 രൂപ മുടക്കിയാൽ മതി. ലോട്ടറി എടുക്കാൻ. ലോട്ടറിയോ? അതിന് ലോട്ടറി എന്തിനാ 500 മുടക്കത്? ഇത് ലോട്ടറിയെക്കാളും മികച്ചത് എന്തോന്നു? മെഗാ ലക്കി ഡ്രോ. പിന്നെ 500 രൂപ ഒരു കൂപ്പൺ മേടിച്ചിട്ട് 2 നിലയ്ക്കുള്ള ഫർണിഷ് ചെയ്ത കിടക്കാച്ച് വീട്. ലക്ഷങ്ങൾ വില വരുന്ന വീട്. സോളാറുണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. താക്കോൽ തന്നെ കയറി താമസിച്ചാൽ മാത്രം മതി. പാത്രങ്ങളുണ്ട്, ലൈറ്റ് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, കക്കൂസുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. 500 രൂപയ്ക്ക് ഇത് കൂപ്പണാണ്. ഇപ്പൊ തന്നെ 12,000 കൂപ്പൺ ഞാൻ പലയിടത്ത് വിറ്റ് കഴിഞ്ഞു. ഇതേപോലെ എൻ്റെ 2 സബ് ഏജന്റുമാരുണ്ട്, അമ്മമാർ വിറ്റുകൊണ്ടിരിക്കുക. എങ്ങാനും സുരിച്ചേച്ചിക്ക് ഭാഗ്യം ഒത്തു വന്ന് 500 രൂപയ്ക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ 2 നിലയുടെ വീട് നിങ്ങളിരിക്കും. താഴത്തെ നില നിങ്ങൾക്ക് താമസിക്കാം, മേലത്തെ നില വാടകയ്ക്ക് കൊടുക്കാം. അത് മതി വീട്ടിലവന്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഇനിയിപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള 500 രൂപയുള്ളൂ. എന്നും ഇങ്ങനെ കറണ്ട് ബില്ലും അടച്ച് വാടക കുടിശ്ശിട്ട് ദാരിദ്ര്യം പറഞ്ഞ് ജീവിച്ചാൽ മതിയോ? ഈ കിട്ടാൻ പോകുന്ന വീട്ടിൽ സോളാർ അഥവാ മഴ പെയ്ത് ഇരുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇൻവെർട്ടർ, കറണ്ട് ബില്ലൊന്നും അടയ്ക്കണ്ട. ആ പൈസയൊക്കെ സേവ് ചെയ്യാവുന്നു. 500 എന്നെ വിശ്വസിക്കാമല്ലോ. പോട്ടെ, തങ്കം ചേട്ടത്തി എടുത്തു, കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെടുത്ത്, ലില്ലിപ്പെണ്ണിൻ്റെ ഡാൻസ് സ്കൂളിലെ എത്ര അമ്മമാരെടുത്തെന്നറിയോ? പോയാൽ ഒരു 500 പോട്ടെ, കിട്ടിയാലോ ലക്ഷങ്ങൾ വിലയുന്ന മാന്ത്രിക കളറുള്ള 2 നില വീട്ടിൽ തമ്പിയണ്ണനും സുരിച്ചേച്ചിയുടെ സുന്ദര രാവുകൾക്ക് കൂട്ടുപിടിക്കാൻ 500 ലക്കിട്ടോ. എന്നെ വിശ്വസിക്കുക, അവരെടുത്ത്. ഞാൻ അറിഞ്ഞോളൂ നിങ്ങളെ ചതിക്കും. നിങ്ങളുടെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്ന ഒരാളല്ലേ. തമ്പിച്ചേട്ടൻ വഴക്ക് പറയുമോ എന്തോ? തമ്പിച്ചേട്ടനോട് പറയണ്ട, താക്കോലുമായിട്ട് തമ്മാനെ അടിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് ഒരു പുള്ളിക്ക് ഏത് അതാണ് അടിക്കുമല്ലേ? ഉറപ്പായിട്ടും ആർക്കടിച്ചില്ലേലും സുരിച്ചേച്ചി കടിക്കാൻ വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും.
നീ ഇനി എപ്പോഴാ വരുന്നേ? ഞാൻ പറ്റെങ്കിൽ ഉച്ചയ്ക്ക് വരും, ഇല്ലെങ്കിൽ ഉച്ചക്ക് വരണേ? നോക്കട്ടെ. ഉച്ചക്ക് വരണോന്ന്? അല്ല വരണം. അല്ല, അല്ലെങ്കിൽ ഉച്ചക്ക് വരണ്ട. ഉച്ചക്ക് വന്നോട്ടെ. ആ വരണ്ടെങ്കിൽ വരണം. അല്ല, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ തോന്നുന്നു. നിങ്ങൾ തോടെ തോന്നുമ്പോ വരെയും പോകാൻ ഞാൻ ഇതെന്താടാ സത്രോ? ഇതെവിടെ പോയി? കടയിൽ പോയി. ആ സാധനം മേടിച്ചാ? ലില്ലി, ഞാനും എടുത്തു എന്താ ഇതണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ റൊണാൾഡോ അവിടെ ഇരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ 500 രൂപ അടയ്ക്കാൻ ഒരു വീഡിയോ ഇട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, കറണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പൈസ എടുത്തു കൊടുത്തു. നിങ്ങളും എടുത്തെന്ന് പറഞ്ഞ ലില്ലിയും തങ്കവും ഒക്കെ എടുത്തു. എടുത്തില്ല ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളിത് എടുക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ എടുക്കണില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളൊക്കെ കാണുന്നതല്ലേ, പത്രത്തിൽ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവസ്ഥർ ഇങ്ങനെ പറ്റിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നില്ലേ. പിന്നെ എന്തിനാണ് ഈ അറിഞ്ഞുകൊണ്ട് ഇത് 500 രൂപയ്ക്കൊക്കെ ഒരു വീട് കിട്ടും ആർക്കെങ്കിലും? ലോകത്ത് എവിടെയെങ്കിലും കിട്ടാറുണ്ടോ? അല്ല, അവരുടെ അടുത്തെന്ന് പറഞ്ഞു, തങ്കവും ലില്ലി എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും. ഇവരെടുത്ത് ആര് പറഞ്ഞു? ഇവരെടുക്കില്ല. ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണ് ചേച്ചി. നിങ്ങൾക്ക് ഒന്നാമത് ഈ വാടക അടയ്ക്കാൻ തന്നെ പൈസ ഇല്ലാത്തവരാണല്ലേ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതല്ലേ. ഈ ചുമ്മാ കിട്ടുന്നതൊക്കെ വെറുതെ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആരും ഒന്നും വെറുതെ തരില്ല. ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു വിവേകം നമുക്ക് വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. തമ്പിയെന്ന് അറിഞ്ഞ ഒരിക്കലും സമ്മതിക്കില്ല. അയാളൊരു കലാകാരൻ, അയാൾക്ക് ബോധമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ എടുക്കണം മിറ്റില്ല, ഞങ്ങൾ എടുക്കണമൊന്നുമില്ല. ഞങ്ങൾ എടുത്തില്ലെങ്കിൽ നാട്ടുകാർ കൂടെ പറ്റിക്കൊണ്ട് നടക്കല്ലേ? നാണക്കെടല്ലേ? നാളെ അവരിവിടെ പരാതിയായിട്ട് വരില്ലേ? അവർക്ക് വീട് കിട്ടോ? ഗവൺമെന്റ് ആർക്കെങ്കിലും കിട്ടോ? ആർക്കും കിട്ടാൻ അവരും തിരക്കി വരില്ല ഇവിടെ. അത് വല്ല കുഴപ്പമുണ്ടാവുകയാണെങ്കിലല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞല്ലേ സുരജിത്ത് പറ്റിച്ചത്? എത്ര പേരെടുത്തവൻ പറഞ്ഞാണ്? അവന്റെ മച്ചമ്പി കനകം പോലീസ് എടുത്തെന്ന്. എന്തായാലും ഇത് കേസാവും. ആളുകൾ പരാതി സ്വമേധ കേസെടുക്കും. ഇനി വരും വരായികളെ കണ്ടിട്ടാണ് പറയുന്നത്. അത് മനസ്സിലാക്കി പെരുമാറണം നിങ്ങൾ. എടുത്തില്ലല്ലോ, എടുക്കില്ല. അവൻ വിളിക്കാനാണ് ചേട്ടാ, ഞാൻ അന്വേഷിച്ച് നടക്കണം അവരുടെ അടുത്ത് കേട്ടാ. എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് ചേച്ചി. പക്ഷെ ബന്ധുക്കാർക്ക് എടുക്കാൻ തരൂല. എന്ത് ബന്ധുക്കാർക്ക് എടുത്താല്? പോയുള്ളൂ. അങ്ങോട്ട് കുതിച്ച് പാഞ്ഞു പോഞ്ഞ കണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. എങ്ങനെ പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ ഒരു വാക്ക് തർക്കത്തിനുള്ള സാധ്യത ഒഴിവാക്കിയതാണ്. ഇതെന്നാ സ്വീറ്റ്സ്. എടാ നീ എവിടെ കിടക്കും? പെട്ടെന്ന് നറുക്കെടുത്ത് വിട്, എന്നിട്ട് ഇങ്ങോട്ട് വാ. വന്ന വിശേഷമൊക്കെ ചോദിക്കട്ടെ. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ എന്നെ ഇവിടെ പുഴുവിനെ പോലല്ലേ ആട്ടിപ്പായിക്കാൻ തീരുമാനിച്ചിരുന്നത്. സോഷ്യൽ മീഡിയ ഞാനും കാണുന്നതാണ് അങ്ങനെ ചേട്ടത്തി. ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ജനുവിറ്റി ഉണ്ട്. കുടങ്ങാവണ മാധവണ് പറയുന്നത് എന്നാന്നറിയാവോ? ഗവൺമെന്റ് ഇങ്ങനെ ലോട്ടറി ഒന്നും അങ്ങനെ ഇങ്ങനത്തെ നറുക്കെടുപ്പൊന്നും എടുക്കാൻ പറ്റൂല എന്ന്. ഇതൊക്കെ ഗവൺമെന്റ് അറിയിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ടെക്സ്റ്റൈൽസിൽ കൂപ്പൺ എടുക്കുന്നുണ്ടല്ലോ, തിയേറ്ററുകളിൽ കൂപ്പൺ എടുക്കുന്നുണ്ടല്ലോ, റെസ്റ്റോറന്റുകളിൽ കൂപ്പൺ എടുക്കുന്നുണ്ടല്ലോ, ക്ലബ്ബുകളിൽ എടുക്കുന്നുണ്ടല്ലോ. എവിടെയാണ് കൂപ്പൺ ഇല്ലാത്ത? ഇതെല്ലാം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഡാൻസ് സ്കൂളിൽ ഏതോ ഒരു കൊച്ചിന് ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയില്ലേ 10,100 രൂപയുടെ സമ്മാനം? അവർ 50 രൂപ മുടക്കി എടുത്ത്. ഇങ്ങനെയൊക്കെ പറയണത് എനിക്കറിയാം. ഇന്ന് തന്നെ നോക്ക്, 100 കൂപ്പൺ കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. നിങ്ങൾ പറഞ്ഞതിനകത്ത് കള്ളത്തരം ഉണ്ടെങ്കിൽ നോക്കാം. 100 കൂപ്പൺ. ഇത് വെറുതെ ആരും വന്ന് കയറിയ പിന്നെ നമുക്ക് ഇറക്കി വിടാൻ പറ്റുമോ? ഞങ്ങള് പറഞ്ഞു ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറയുമായിരുന്നു. അവൻ പിന്തിരിയാൻ പറയുമായിരുന്നു. ഏട്ടനെന്തിനാ തിരിച്ചു വന്ന? അത്
ആർക്കെങ്കിലും കൊടുക്കാം. പലഹാരം മേടിച്ചിട്ട് വന്നേക്കുന്നവൻ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങക്ക് വേണ്ടാന്ന് പറഞ്ഞു എടുത്തിട്ട് പോവാൻ പറയും. പോവാൻ പറയായിരുന്നു. നിന്നെ കണ്ട് പേടിച്ച് ഓടിയതുകൊണ്ടാ. എന്താ ഏട്ടാ വന്നത്? ഫോൺ എടുക്കാൻ പറഞ്ഞത്. അതവിടെ വെക്ക്. എവിടെ വെച്ചേക്കുന്ന? എനിക്കറിയാൻ പാടില്ല. എടുത്താ അപ്പൊ തന്നെ അവൻ വിളിക്കും. അതെ, നമ്മക്കാണെങ്കിലും കൂപ്പൺ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടെങ്കിലേ സുൽ ചേച്ചിക്കാ. സുൽ ചേച്ചി അടിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് പോകത്തില്ലേ? എന്റെ പൊന്നില്ലേ, പോയാലും ഇങ്ങോട്ട് വന്നൂടെ? രണ്ടേയുള്ള വീട് ഒരു നില വാടകയ്ക്ക് കൊടുത്തേ. എന്താടി ഒരു ആംബുലൻസിന്റെ ഒച്ച? ഇങ്ങോട്ടാണല്ലോ. ആംബുലൻസ് ഇങ്ങോട്ട്. അയ്യോ, അച്ചാച്ചനാണ്. അയ്യോ, ഇതെന്ത് പറ്റി? അച്ചാച്ചാ, അയ്യോ എന്റെ മാതാവേ, എന്ത് പറ്റി? അച്ചാച്ചാ, ജീവനുണ്ട്, ജീവനുണ്ട്. റൊണാൾഡോ ഇറങ്ങുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ബഹളം വെക്കല്ലേ? ഞങ്ങൾ കാണിച്ച വേളത്തിന് അറിയാമോ? എന്തോ 500 രൂപ കൂപ്പണും അടിച്ചിട്ട് ലക്ഷക്കണക്കിന് പൈസ പിരിച്ചു ആൾക്കാരെന്ന് വീട് കൊടുക്കാന്ന് പറഞ്ഞോണ്ട്. എന്നിട്ട് അവസാനം നറുക്കെടുക്കുന്ന ദിവസം ഇന്നായിരുന്നു. ആ ദിവസം കാണിച്ച വേലെന്ന് വെച്ചാൽ അതിൽ നറുക്കെടുത്ത കൂപ്പണില്ലേ ലാസ്റ്റ് എന്ത് ചെയ്തു? ഇയാളുടെ ഒരു പേര് ഒട്ടിച്ചു വെച്ചു. എവിടെ ഒട്ടിച്ചു വെച്ച്? ആ കൂപ്പണിന്റെ അടിയിൽ. എന്നിട്ട് അതിൽ വലിച്ചെടുത്ത് നോക്കിയപ്പോ പേര് ഷീലാന്ന്. ഞാൻ വിളിച്ച സമയത്താണ് അറിയണത് ഭാര്യ റോസ്മേരി ആണ്. അതെ, അങ്ങനെ നാട്ടിലെല്ലാം കൂടി പഞ്ച് കിട്ടും അവസാനം. അത് ഒരു വിധം നമ്മൾ അവിടെ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്നത്. ഇയാളുള്ള വേറെ 2 പേരുണ്ടായിരുന്നു. അവരൊക്കെ ആണെങ്കിൽ ഇയാളുടെ പൈസയും മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേറെ എന്തുകൊണ്ട് അയക്കും, നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ടുപോയാൽ പറ്റുള്ളൂ. നമ്മൾ പോവുക. ആശുപത്രി കൊണ്ടുപോകാൻ മാത്രമൊന്നുമില്ല. മറ്റൊന്നീ വന്നോ? വിഷമിക്കണ്ട, അടിച്ചൊടിക്കാൻ ഒരു കാലിയ ബാക്കി വെച്ചിട്ടുണ്ട്.